മഅ്ദിൻ ഇസ്ലാമിക് അക്കാദമിയുടെ മുന്നേറ്റ പാതയിലെ നാഴികക്കല്ലാണ് എജു പാർക്ക്. കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയിൽ സ്വലാത്ത് നഗർ മുഖ്യ ക്യാമ്പസിൽ നിന്നു മാറി പ്രകൃതിയൊരുക്കിയ വിസ്മയങ്ങളുടെ തുരുത്തിലാണ് ഈ പുതിയ വിദ്യാകേന്ദ്രം. അതിദ്രുതഗതിയിലുള്ള വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ കാലത്ത് പുതുതലമുറയെ കാലത്തിനൊപ്പം വഴി നടത്താൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളോടെയുമാണ് ഈ ക്യാമ്പസ് ഉയർന്നുവരുന്നത്. ഇന്ന് 10ഓളം വിദ്യാലയങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഭാവിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി തികഞ്ഞ മാസ്റ്റർ പ്ലാനോടെയാണ് എജു പാർക്ക് പടുത്തുയർത്തുന്നത്. എജു പാർക്കിലെ ഷെയ്ഖ് ജലാലുദ്ദീൻ ബുഖാരി മസ്ജിദിന്റെ ഉദ്ഘാടനം ജനപങ്കാളിത്തം കൊണ്ടും ധന്യ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. 2011 മാർച്ച് 19 സൂപ്പർ മൂൺ ദിനത്തിൽ നയനമനോഹരമായ പള്ളി വിശ്വാസികൾക്കായി തുറന്നു നൽകി. രാവിലെ മുതൽ എജു പാർക്കിൽ നടന്ന സമസ്ത പണ്ഡിത കോൺഫറൻസും ഉദ്ഘാടന സംഗമത്തിന്റെ അനുഗ്രഹമായി. അഖിലേന്ത്യാ സുന്നി ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആയിരക്കണക്കിന് പണ്ഡിതരുടെയും ധന്യ വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യം ഈ ചടങ്ങിനെ അവിസ്മരണീയമാക്കി. ഈ പള്ളി നിർമ്മിച്ച ആളുടെ പകരമായി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ നേതൃത്വം വഹിക്കുന്ന അവരുടെ പ്രതിനിധിയായി, ഈ നാട്ടിലുള്ള എല്ലാവരുടെയും പ്രതിനിധിയായി ഈ തലം 4 ചുവരുള്ള തലം, പിന്നെ കോണിയിലേക്ക് പോകുന്ന വഴി, കോണിയും മേൽഭാഗവും മിഹ്റാബും മിമ്പർ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പള്ളിയായി വഖഫ് ചെയ്തിരിക്കുന്നു. പള്ളിയുടെ ഇരുനിലകളും നിറഞ്ഞു കവിഞ്ഞ സൊഫുകൾ വിശാലമായ ഗ്രൗണ്ടിലേക്ക് നീണ്ടു. പതിവിലധികം ശോഭയോടെ കത്തിനിന്ന ചന്ദ്രത്തിളക്കം അള്ളാഹുവിന്റെ അനുഗ്രഹം പോലെ വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് പടർന്നു. ഷെയ്ഖ് ജലാലുദ്ദീൻ ബുഖാരി മസ്ജിദ് ഉദ്ഘാടന സംഗമത്തിന്റെ ധന്യ നിമിഷങ്ങളിലേക്കും അനുഗ്രഹ വജസ്സുകളിലേക്കും നമുക്ക് യാത്രയാകാം.